സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. ക്ഷമയോടുകൂടെ അടിക്കടി ക്ഷമിക്കേണ്ട സാഹചര്യം കുടുംബത്തിലാണ് വരണത്. ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല, ഒരേ കോവർക്കറോടുകൂടി. ഇപ്പോൾ ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, അവർ 5 കൊല്ലം 6 കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അപ്പോൾ ഒരേ സ്വഭാവമുള്ളവരും അതിന് വൈരാഗ്യം സൂക്ഷിക്കുന്നവരും, ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത്. ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട്, ശത്രുവാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കും. പക്ഷേ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന്. അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെ വൈരാഗ്യത്തോടെയും മത്സരത്തോടെയും നമ്മുടെ തകർച്ചകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് കുഴപ്പം വന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ, നല്ല രീതിയിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ എന്നല്ല, ദൈവത്തിന് സമാധാനം ഉണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായാൽ, ഇത്രയും നാളുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് കേൾക്കാതിരുന്നതിൻ്റെ കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. എന്താ കാര്യം? ദൈവത്തിന് അവിടെ പങ്കെടുത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഭർത്താവ് കുടിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ എടുത്തുചാട്ടം നിർത്തണം, അല്ലെങ്കിൽ കാന്തിരി പൊന്തിരി ചിലവാക്കുന്ന രീതിയിൽ നിർത്തണം, ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വായത്തിറക്കി പിടിക്കണം, സ്വഭാവം മാറ്റണം. കുടുംബത്തിൽ സമാധാനമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് വെച്ചാൽ ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രയോജനമുള്ള ആ രീതി എന്താണ്? എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ. പ്രശ്നം തീർന്ന് ദൈവം അത് കേൾക്കണമെന്ന് ഇത് സമയമെടുക്കും. കാര്യം എന്താണ്? നീ കൂടി ദൈവത്തെ അറിയണ്ടേ? ഭർത്താവ് മാത്രം അറിഞ്ഞാൽ പോരല്ല. പറഞ്ഞല്ലേ, എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ. ദൈവത്തെ എന്ന് വെച്ചാൽ അറിയേണ്ട പോലെ അറിയണം. എന്താണ് ഞാൻ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പെടക്കാതെ അതിനെ സൗമ്യമായി. ഈ മോസസ് എന്തുകൊണ്ടാണ് പെടക്കാതിരുന്നത്? അവർ തോന്നിയവാസികളായിരുന്നേ. അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും. ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടുവന്നതെന്ന് നിന്നെ ഞങ്ങൾ ചവിട്ടിക്കീറുന്നൊക്കെയാണ് ഇവർ പറയണത്. ഇവർ അറ്റാക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 16:2-3. പുറപ്പാട് 16:2-3. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഈ മോശസിനും അഹ്റോനും എതിരെ പിറുപിറുക്കുകയാണ്. എന്താ ഓർക്കണത്? എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ഒരു അല്പം വിശന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവർ ഈജിപ്തിലെ ഇറച്ചിപ്പാത്രം ഓർക്കും. അതന്നെ കുടുംബത്തിൽ നടക്കണതേ. എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ നല്ല കാര്യം നിങ്ങൾ ഓർക്കും. എന്തൊരു സമാധാനമായിരുന്നു, മര്യാദക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു, ഉറക്കം വരുമായിരുന്നു. ഇവിടെ മനുഷ്യന് 4 മണിക്ക് എഴുന്നേറ്റ് 11 മണിക്ക് കിടക്കാൻ പോകണം, എന്നിട്ടും മനുഷ്യനൊരു സമാധാനമില്ല. ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് പെയ്ത് പെറുക്കും. ഈ ഈജിപ്തുകാരൻ ചെയ്താൽ അത് ഇസ്രായേൽക്കാരൻ ചെയ്താൽ അത് തന്നെയാണ്. അവർക്ക് അല്പം വിശന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം ഓർക്കും. എന്താ ഞങ്ങളെ കൊണ്ട് അവിടെ ആക്കാൻ പറയും. ഇതെന്നല്ലേ ഈ കാലത്തും പറയണം, എന്നെക്കൊണ്ട് വീട്ടിലാക്കാന്ന് പറയണം. അതന്നെ സംഭവം. അവർ പറയണത് അത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ മോസസിന് പ്രത്യേകത ഉണ്ട്. ഇവരെന്തെല്ലാം തലകുത്തി പറഞ്ഞാലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കുകയൊന്നും ചെയ്യത്തില്ല, ശാന്തമായി നിൽക്കുകയുള്ളൂ. അതാണ് സൗമ്യത എന്ന് പറയണത്. എന്താണ്? സഹിക്കുന്ന സ്നേഹം പ്ലസ് കുറച്ച് സമയം എടുക്കുമെന്ന് കർത്താവിനറിയാം. ഓരോരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമല്ല, നമുക്ക് വലിയ യാത്രയാണുള്ളത്. അതുകൊണ്ട് ഓരോരോ വിഷയത്തിന് എടുത്ത് ചാടാൻ പോയി കഴിഞ്ഞാൽ
അതിന് നേരെ ഉണ്ടാകത്തുള്ളൂ. അവസാനം എല്ലാം കർത്താവ് ക്രമീകരിക്കും. മോശത്തിന് നല്ല വിശ്വാസമാണ്. എന്താണ്? അവസാനം എൻ്റെ ദൈവം എല്ലാം നല്ലവണ്ണം ക്രമീകരിക്കും. അതിൽ നിന്ന് പ്രത്യാശ വരികയും, അപ്പം സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറ്റിയപ്പോഴാണ് എന്ത് പറ്റിയത്? സൗമ്യത ഉണ്ടായത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒരു കുടുംബസമാധാനം ഇല്ലെങ്കിൽ ദൈവത്തെ കക്ഷി ചേർത്തിട്ട് അവസാനം കർത്താവെല്ലാം ശരിയാക്കും. എൻ്റെ മക്കൾക്കായാലും ഇപ്പം പറയും, എൻ്റെ അച്ഛ അവരെ വേറെ വിശ്വാസത്തിലേക്ക് അവൾ പ്രേമിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾ അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുക. നിങ്ങൾ ഓക്കെ ആവും, പക്ഷേ ദൈവം ഓക്കെ ആകത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളും ദൈവത്തെ അറിയാതെയാണ് മരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് വിഷയം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ടത്. ദൈവം എല്ലാ വിഷയങ്ങളും എപ്പോഴായാലും കറക്റ്റ് ക്രമീകരിക്കും. മോശസിന് അനുഭവത്തിൽ നിന്നറിയാം. അതുകൊണ്ടാണ് മോശത്തിന് അതെന്താ അതിനെക്കുറിച്ച് മോശത്തിനെക്കുറിച്ച് പറയണതേ. ഈ സൗമ്യതയുടെ ഉറവിടം എന്താണെന്നറിയാമോ? മോശത്തിൻ്റെ സൗമ്യത ഉറവിടം എന്ന് പറയുന്നത് സങ്കീർത്തനം 103:7 മോശസ് ചുമ്മാ സൗമ്യത ഉണ്ടായതല്ല. അരക്കിലോ സൗമ്യത ഇങ്ങോട്ട് തരാൻ വേണ്ടി സീനാമലയെ പൊളിച്ച് തിന്നിട്ടും പറയും, ദൈവമേ എന്താണ് മോശത്തെ വന്നത്, എനിക്ക് അരക്കിലോ സൗമ്യത വേണം. അങ്ങനെ ഞാൻ തൂക്കിയും പെട്ടി കൊടുക്കണമല്ല. ഇതെവിടുന്ന് സൗമ്യത ഉണ്ടായെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 103:7 അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അതാണ് പ്രശ്നം. ഈ സൗമ്യത എങ്ങനെ ഉണ്ടായത്? അവിടുന്ന് ദൈവം തൻ്റെ വഴികളെ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മോശയ്ക്കും. പ്രവൃത്തികളെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തി. അപ്പോൾ ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വഴികളെ. എന്താണ് ചെയ്യണമെന്നുള്ളത് പ്രവൃത്തിയാണ്. കൽമഴ പെയ്തു, അത് പ്രവൃത്തിയാണ്. അവന്മാരുടെ മുട്ടത്തലെ എന്താണ് കാലക്കേട് വന്നവന് മുട്ട അടിച്ചപ്പോൾ കൽമഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അത് എന്താണ് തലേ വീണെന്ന് മാത്രമേ ഇസ്രായേൽ ജനത്തിന് അറിയത്തുള്ളൂ. അവരതുകൊണ്ട് തന്തയ്ക്ക് വിളിക്കും. പക്ഷേ മോശം തന്തയ്ക്ക് വിളിക്കത്തില്ല. എന്താ കാര്യം? എന്തിനാണ് ദൈവം അത് ചെയ്യണത്? എന്താ കാര്യം? തൻ്റെ ശക്തിയുടെ പ്രവൃത്തികളെ ഇസ്രായേലിന് കാണിക്കണതും ഫറവോയ്ക്ക് മാനസാന്തരം ഉണ്ടാകാനും ഫറവോയേക്കാൾ ശക്തനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ അടയാളങ്ങൾ കാണിക്കണത്. അടയാളം കാണിക്കണം. അപ്പോൾ അതാണ് എന്താണ് തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ വഴികൾ മോശസിനും എന്തിനാണ് ചെയ്യണതെന്നുള്ളത്. കുടുംബത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്? പ്രസാദവരം ഉണ്ടാകാനാണ്. തീർന്നില്ല പരിപാടി. കുടുംബത്തിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകണത്? ദൈവം ഒറ്റ വാക്ക് പറയും, എന്താണ്? പ്രസാദപരം, ഗ്രേസ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ ഉടമ്പടിയുടെ ആപ്തവാക്യം നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തിനാണ്? പ്രസാദപരം ഉണ്ടാകാനാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദപരം ഇരിക്കുന്നുണ്ട്. അത് പ്രസാദപരത്തിന് നേടാനുള്ള മാർഗമാണ് സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല, മാർഗമാണ്. ലക്ഷ്യം എന്താണ്? പ്രസാദപരം, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം. സൗമ്യത എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്. അല്ല സൗമ്യത വെട്ടിപ്പിടിക്കാൻ തിന്നാൻ പറ്റത്തില്ല. സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ്, സംരക്ഷണ പാത്രം. ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ? ഇതിനകത്ത് വെള്ളമുണ്ട്. വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി. ഗ്ലാസ് എന്താണ്? നമ്മുടെ നേച്ചറാണ്. അതാണ് തിയോളജിയിൽ പറയുന്നത്, ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ നേച്ചർ. അതായത് ഗ്രേസ്, കൃപാവരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് അവൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതി ചേഞ്ച് ചെയ്യണം. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി. പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ, അതായത് ഒരു എടുത്തുചാട്ടക്കാരനും മുൻകോപിയും മത്സരവാസിയും പിശുക്കനും അതുപോലെ തന്നെ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ പെരുമാറ്റം ഇപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ല. ദൈവം പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്നേഹം, ക്ഷമ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അതെന്താണ്? ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ വിശ്വാസമൊക്കെ ഉണ്ട്. ഈ വിശ്വാസമുണ്ട്, സ്നേഹം തന്നെ, സ്നേഹം ഫലവുമാണ്, അതേസമയം തന്നെ ദാനവുമാണ്.
അപ്പം ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ വരണ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ കൃപ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായെന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു കിളി കൂട് കൂട്ടുന്നോ, കൂട് കൂട്ടാൻ പോയെന്നതിൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്നതിൻ്റെ അർത്ഥം അല്ല. കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂട് കൂട്ടണത്. എന്തിനാണ്? മുട്ടയിടാനാണ്. നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദൈവം ഒരുക്കുന്നു നിങ്ങളെ എന്നതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ പോയിൻ്റ്? നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ. അപ്പം ഇത് മോസസിനെ സംബന്ധിച്ചത് എന്താണ്? ഈ ജനം ഭയങ്കര തട്ടിയിട്ടും തന്തൊക്കെ വിളിച്ചിട്ടും തോന്നിവാസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശയും. ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ്. റെക്കർ ചെയ്ത് ക്ഷമിക്കും പുള്ളി. അതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. റെക്കറിങ് ആയിട്ടുള്ള ഫൊർഗീവ്നെസ് ആയിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത്. പക്ഷെ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവസ്നേഹമാണ്. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വ്യക്തിയെങ്കിൽ നിങ്ങൾ അവരെ ജയിക്കാനാണ് നോക്കണത്. ദൈവം നോക്കണത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി. ആര് കഠിനമാക്കിയെന്നാ? ഫറവോൻ്റെ വൈഫാണ് കഠിനമാക്കിയത്, അല്ല ദൈവം. അപ്പം നിൻ്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിനകത്തൊരു പങ്കുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ആരെങ്കിലും ഹൃദയം കഠിനമാക്കുന്നുണ്ട്, അപ്പം നീ വെയിറ്റ് ചെയ്യണം. കർത്താവിന് എന്തോ വിഷയം ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അന്ത്യം കണ്ടിട്ട് കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്നാ ഞാനിത് അന്ത്യം കണ്ട് എൻ്റെ കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഞാൻ ആവഹിക്കേണ്ട ദൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ പാത്രമായ ഈ പാത്രം എന്ന് പറയുന്നത് എന്താ പറയുക? കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ? ആരെയാ കുതിരപ്പുറം തള്ളിയിട്ടത്? ടിപ്പു സുൽത്താനെ, മാതാവേ. പൗലോസ് അപ്പോസ്തലനെ തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത്? അനന്യാസിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പറയണത്, ഇവൻ നമ്മുടെ ആൾക്കാരെ കൊന്നു നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവം എന്ന് പറയും. അവൻ എന്തായിരിക്കും? അവൻ എനിക്ക് പാത്രമായിരിക്കും എന്നാണ് പറയണത്. അല്ല, അവനെനിക്ക് പാത്രം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 9:15. അപ്പോസ്തലപ്രവർത്തനം 9:15. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അപ്പൊ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണത് എന്താണ്? ഈ സൗമ്യത, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. അതിൽ എന്താണ് വഹിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ നാമമാണ് വഹിക്കേണ്ടത്. അതിന് നമ്മൾ കൃപയെന്ന് പറയും. കൃപയുടെ തൽഭവമോ തത്സമമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, യേശുക്രിസ്തു നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം നാമമാണ് ക്രിസ്തു. കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസി എന്ന് പ്രേക്ഷിതമായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ നാമമാണ് വേണ്ടത്. അപ്പം നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ്, ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ, ഉടമ്പടിയിലൂടെ വിശുദ്ധ പൗലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന പാത്രമാകാൻ എനിക്ക് മോശയെ പോലെ സൗമ്യതയും സ്നേഹവും ക്ഷമയും എളിമയും ആത്മസംയമനവും നൽകണമേ. കാരുണ്യത്തിന് നിങ്ങൾ വചനം കേൾക്കണം, വചനത്തെ സ്നേഹിക്കണം. അപ്പോൾ ഉടമ്പടി താനെ. നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് ചിന്തിക്കേണ്ടത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അവയവങ്ങളല്ലേ. തലയാരാ? പണ്ടേ ഊംബ്രാണ്ടെന്നും പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്രാണ്ട്. മൈക്കിൾ ഊംബ്രാണ്ട് പയ്യനായിരുന്ന സമയത്ത് ഊംബ്രാണ്ട് 14 കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവറ ജീവിച്ച ആളാണ്. അപ്പോൾ ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാനത് 77
അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്, അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ടേ എൻ്റെ അടുത്ത് വന്നിട്ട് പപ്പ എനിക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞു. പപ്പ എനിക്ക് ബോറടിക്കണേ. അപ്പോൾ അവന് അന്ന് 9 വയസ്സേ പറ്റേ ഉള്ളൂ. അപ്പോൾ അവന് അങ്ങ് പറയാനുള്ള കഴിവുണ്ട് അവന്. അപ്പോൾ പറഞ്ഞ്, നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും മോനെ എന്ന് പറഞ്ഞ്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ട്, റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ട് പയ്യൻ പറഞ്ഞ്, ദൈവം വലിയ ആളല്ലേ, ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു. അതാണ് അവൻ ചോദിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെക്കൊണ്ട് ചിന്തിക്കട്ടെ എന്ന്. അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന്. അപ്പോൾ ദൈവം തലയാണ്, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളൂ. നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല. ഉടമ്പടി നിയോഗം, ജോലി, വീട്, വിവാഹം, നിൻ്റെ പഠനങ്ങൾ, നിൻ്റെ ജീവിത പങ്കാളി, അതിനെക്കുറിച്ച് നീ ഇനി തലയെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതെന്താണ്? നീ അത് ഏൽപ്പിച്ചു, വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദൈവത്തിന് ചിന്തിക്കാൻ കൊടുക്കുക. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിച്ചോളൂ. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തിന് എങ്ങനെയാണ് ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി ദൈവം എന്താ എൻ്റെ ജീവിതത്തിൽ ചെയ്യണത്? പ്രസാദവരം ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പറവോൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും. പറവന് 9 ധ്യാനമാണ് കൊടുത്തത്. ആ പന്നി ഒന്നും മനസ്സാക്കിയില്ല. 9 പ്രാവശ്യം ധ്യാനിപ്പിച്ച് മോസസ് പോയിട്ട് വടിയൊക്കെ പിടിച്ച് ധ്യാനിപ്പിച്ചത്. ഏറ്റവും വലിയ ധ്യാനഗുരുവാണ് മോസസ്. 9 പ്രാവശ്യമാണ് ധ്യാനിപ്പിച്ചത്, ഒന്നും ഏറ്റില്ല. അവൻ കഠിനമായി. അവൻ വെള്ളത്തിൽ മുങ്ങി ചത്ത്. അവൻ്റെ ആൾക്കാരും മോസസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി. കാര്യം ഞാൻ 9 പ്രാവശ്യം ധ്യാനിപ്പിച്ചവനാണ്. അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക, കൈവിട്ട കളിയാണത്, സൂത്രമാണ്. നിങ്ങൾക്കത് അനുദപിക്കാൻ പറ്റണില്ല, തെറ്റായ തീരുമാനത്തെ പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല, ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുദപിച്ച് നോക്കണം. ശ്രുതിക്കടാ, ഹല്ലേലൂയ. അനുദപിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മോസസ് ഇതൊക്കെ പഠിച്ചപ്പോൾ മോസസ് എഴുതിയ പുസ്തകം തന്നെ നിയമാവർത്തനം. മോസസ് ഇത് പഠിച്ചില്ലേ? എന്താ കാര്യം? സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ്? അതെന്താണ്? ദൈവം ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി. ഇപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ്? ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, മാതാപിതാക്കന്മാരോട് പലരോടും എൻ്റെ അടുത്ത് വരും പറയുന്നു, മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും, നിൻ്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം. കാര്യം എന്താണെന്നറിയാമോ? നിൻ്റെ രക്ഷ നിൻ്റെ മക്കളിൽ നിന്നാണ്. പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കുന്നതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പോക്രികളായതുകൊണ്ടാണ്, സ്വനിവാസികളായതുകൊണ്ടാണ്. ഇപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ നമ്മൾ വിശുദ്ധരായത്. അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അതായത് നമ്മളുടെ ചില സാഹചര്യങ്ങൾ, നിങ്ങളുടെ നാത്തൂനായാലും അയൽവാസിയായാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കണ കാര്യങ്ങളൊന്നും നേരെ കടകവിരുദ്ധമായിരിക്കും അവർ ചിന്തിക്കണത്. നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും, അവരതിൻ്റെ തിന്മ കണ്ടെത്തും അതിൻ്റെ അകത്ത്. അപ്പോൾ ദൈവമേ, ഇതൊക്കെ ഇത്രയും ജാതികൾ ഭൂമിയിലുണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാഗിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 കൊരിന്തോസ് 7:14. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാട്ടായം കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ? സൗമ്യത ഉണ്ടാകണം, സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്ര. അവിശ്വാസികളെ, ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായാൽ, അയൽവാസികളെ അവിശ്വാസികളായാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവുന്ന സെന്റ് പോൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിൻ്റെ അക്ഷരങ്ങൾ കാണിക്കുന്നവരാണ്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? അതായത് അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായ? അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് മാത്രം സമാധാനം ഉണ്ടാകുക എന്നല്ല. പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും മാത്രമാണെന്ന്. തമാശ പറഞ്ഞാണ്, ലോകം അവസാനിക്കണം, ഞാനൊരു വേലനും മാത്രമാകണം. എന്തിനാണ്? ഞാൻ എന്തിനാണ് അത് തെങ്ങക്കാര് കയറുമെന്ന് എന്ന് പറയണ പോലെയാണ് ആൾക്കാർ പറഞ്ഞത്. നമുക്ക് മാത്രം സമാധാനം ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിജയിക്കത്തില്ല. എന്താ വിജയിക്കാത്തതിൻ്റെ കാരണം? അവർ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, എനിക്ക് അലോസരം ഉണ്ടാക്കുന്നവരെ, എന്നെ അലട്ടുന്നവരെ, എന്റെ സമാധാനം കെടുത്തുന്നവരെ അങ്ങേ കണ്ടെത്തി ജീവിക്കുവാൻ ഇടയാക്കണമേ. യേശുവേ സ്തോത്രം. അപ്പൊ ഇതാണ് ഉടമ്പടിയുടെ ഒരു പെരുമാറ്റക്രമങ്ങൾ എന്നൊക്കെ പറയണത്. ഇത് മോശസിന് അറിയാവുന്ന കൊണ്ട് മോശസ് എന്തെല്ലാം വിഷയം ഉണ്ടായാലും പാത്രമാണ് താനെന്നും ആ സൗമ്യതയോടുകൂടി ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ വരെ ആ മനുഷ്യന് ഈ സൗമ്യത കീപ്പ് ചെയ്യും. എന്താ ഞാൻ മോശസ് എഴുതിയ ഒരു പുസ്തകത്തിലെ മോശസ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നിയമാവർത്തനം എടുത്തേ 8:3 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിയമാവർത്തനം 8:3. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും. അത് കണ്ട, മരുഭൂമിയിലൂടെ വന്ന സംഭവമാണ്. എന്താണ് പറഞ്ഞ? അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പൊ ഈജിപ്തിലൂടെ ഇറച്ചിച്ചട്ടയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നു. ഞങ്ങളിവിടെ ഈ മരുഭൂമി കൊണ്ട് ഞങ്ങളെ മരിക്കാനാണ് കൊണ്ടുവന്നെന്ന് ഇവർ ചോദിക്കണത്. അപ്പോൾ മോശസ് എന്താ സൗമ്യനായിട്ട് അവർ നോക്കും, അവരോടൊന്നും പറയത്തില്ല. എന്താ കാര്യം? മോശസിന് ഇതറിയാം. എന്താണ്? ഇപ്പം മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ്, വിശപ്പറിയാൻ വിട്ടിരിക്കുകയാണ്. അതെന്തിനാണ്? ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനാണത്? മനുഷ്യൻ ഇറച്ചി കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ്. ഈ വചനമാണ് ഇനി 10 കൽപ്പനയായിട്ട് മോശസിന് കൊടുക്കാൻ പോണത്. അപ്പോൾ മോശസിന് കൊടുക്കാൻ പോണ കൽപ്പനയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ആൻഡ് മെഡിറ്റേറ്റഡ് ഓവർ ഇറ്റ്, ഓൾറെഡി മെഡിറ്റേറ്റഡ്. ആ മെഡിറ്റേഷൻ്റെ കാലത്താണ് ഈ സൗമ്യത വരണത്. ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർക്കുമ്പോൾ അയാൾക്ക് സൗമ്യത വരണതാണ്. എന്താണ്? ഇവർ ഇറച്ചിച്ചട്ടിയും വെക്കൊക്കെ പറഞ്ഞാൽ മോശസ് അതിൻ്റെ പുറകെ തുള്ളാതെ ആ മനുഷ്യൻ സൗമ്യതയോടെ നിൽക്കും. എന്താണ്? ഈ മരുഭൂമിയിലൂടെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന നിയമാവർത്തനം 8:3 അനുസരിച്ചുകൊണ്ട്. അതെന്തിനാണ് മരുഭൂമിയിലൂടെ അയച്ചത്? നിങ്ങളെ എളിമപ്പെടുത്താനും. ഇവരെല്ലാ അഹങ്കാരികളും തോന്നിവാസികളുമായിരുന്നേ. നമ്മൾക്ക് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേച്ചറ്, കൃപയാർജിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ്, സ്വഭാവം, പെരുമാറ്റക്രമം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും സഹനത്തിൻ്റെ സാഹചര്യമായിട്ട് വരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സത്യം. ഈ സത്യം നമ്മൾ അറിയുകയും, കർത്താവ് എന്താ പറഞ്ഞത്? ഇതുപോലെ ഒത്തിരി സത്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിൻ്റെ മനസ്സെന്താണ്, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനോഗതി എന്താണ്, അതാണ് സത്യം. അപ്പം എന്ത് പറ്റും? നിങ്ങൾ സ്വതന്ത്ര 8:32 എടുത്ത്. യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ സ്വതന്ത്രരാക്കുക എന്നുള്ള വാക്ക് പൊതുവായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. സത്യം നിങ്ങളെ സൗമ്യതാക്കി. മോശസ് എന്ത് സത്യം പറഞ്ഞു? സങ്കീർത്തനം 107:3 അനുസരിച്ചുകൊണ്ട് 103:7 അനുസരിച്ചുകൊണ്ട് മോശസ്, ദൈവമായ കർത്താവ് മോശസിന് തൻ്റെ വഴികളെ പറഞ്ഞു കൊടുത്തപ്പോൾ സത്യം അറിഞ്ഞു. മോശസ് എന്ത് ചെയ്ത്? മോശസ് 12:3 അനുസരിച്ചുകൊണ്ട് സൗമ്യനായി. അതാണ് 8:32 ഈശോ പറയണത്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സൗമ്യതയുള്ളവരാക്കുകയും ചെയ്യും.
സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കേട്ടാ, അതിൻ്റെ വചനത്തെ കണക്ഷൻ പോകണ്ടില്ലേ? അപ്പോഴേ എന്താ ചെയ്യണത്? ഓരോ വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകും, ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതിയായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശേഷ വിഹിതമാണ്. നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് ശാന്തപ്രകൃതിയുള്ളവരായിരിക്കും. ഗാന്ധിക്ക് എന്താ കുഴപ്പം? ഗാന്ധിക്ക് എന്താ? ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്, അതും സൗമ്യതയാണ്. പക്ഷേ അതും സുവിശേഷ സൗമ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ, ഇറച്ചിയൊന്നും തന്നെ കഴിക്കുമ്പോൾ ശരീരത്തിൽ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട്. അതൊന്നും കൃപയൊന്നുമല്ല. സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വഴികളറിയണം. ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകിക്കൊണ്ട് ഫലങ്ങൾ നൽകിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ലക്ഷ്യമാണ് ദൈവത്തിൻ്റെ സത്യം. മനസ്സിലായില്ലേ? എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ പിലാത്തോസ് ചോദിച്ചത്, യേശു മിണ്ടിയില്ല. ടേക്ക് ദ ബെഡ് ഫോർ. എന്താണ് സത്യം? ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യോഹന്നാൻ 18:38. യോഹന്നാൻ 18:38. പീലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്താണ് സത്യം? എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ വളരെ സൗമ്യതയോടെ നിന്നുകൊണ്ട് കർത്താവ് ഇതില്ല ആരെ പ്രധാന പുരോഹിതൻ്റെ ഭൃത്യൻ അവൻ്റെ കണ്ണക്കുട്ടി അടിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ നീ എന്നെ പ്രഹരിച്ചത് എന്തിന്? സൗമ്യതയോടെയല്ല ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്യാൻ തുടങ്ങി, പിതാവ് തന്നോട് ചെയ്യാൻ തുടങ്ങി എന്നുള്ള സത്യം അവൻ മനസ്സിലാക്കി. ആ സത്യം മനസ്സിലാക്കിയ കാരണം അവൻ സ്വതന്ത്രനായിരുന്നു. അവന് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. എന്ന് നമുക്ക് പരാതിയില്ല, എന്ന് നമുക്ക് പരിഭവമില്ലാത്ത രീതിയിൽ എത്തിച്ചേരുന്നുവോ അവിടെ വെച്ച് നമ്മൾ സത്യമാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളിൽ ഉണ്ടാകുന്ന ഉടമ്പടി, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പെരുമാറ്റ ക്രമമുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ നല്ല ബോധമുള്ളവരായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ആൻഡ് കൈൻഡിനെ കുറിച്ച് മാത്രം പരിമാറി IITS പാസ്സായി വസ്തു വിറ്റൊന്നും പറഞ്ഞ് നടക്കരുത്. മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി, അതെങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ പ്രശ്നങ്ങളിലൂടെ പ്രസാദപരം നിറയാൻ വേണ്ടി ഒരുക്കി. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം എന്ന് പറയണത്. ആ സത്യം നിങ്ങൾ അറിയുകയും നിങ്ങൾ ഇനി എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും നിങ്ങളെ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യം? സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇത് വരുമ്പോഴാണ് ഇനി ദൈവം നിങ്ങളെ കൃപ നൽകേണ്ടത്. ഈ സത്യത്തിലേക്ക് വരുമ്പോൾ, ഈ രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം ശക്തി തരും. അതെന്തിനാണ്? ദൗത്യത്തിന് വേണ്ടിയുള്ളതാണ്. സുവിശേഷ വേലയ്ക്ക് ഇതുപോലെയുള്ള ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ IELTS പാസ്സായിട്ട് 10 പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സുവിശേഷ വേലക്കാരായി മാറുന്നില്ല. അതിലേക്കുള്ള വഴിയാണത്. മറിച്ച് എന്താണ്? ക്രിസ്തുവിനെ കൈമാറണമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ നിങ്ങളെ പറയും. അപ്പോൾ ജനങ്ങളെ പറയുമ്പോൾ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുമെന്ന് പറയത്തില്ലേ? എനിക്ക് തോന്നുന്നത് റോമ 14 ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. റോമ 12:14. റോമ 12:14. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. പീഡിപ്പിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സുവിശേഷം കൈമാറുമ്പോൾ നമുക്ക് ശപിക്കാൻ പറ്റിയ കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകും. നീ മുടിഞ്ഞു പോകണമെന്നൊക്കെ നമുക്ക് പറയും. അത് നമ്മൾ പിശാചം ഉണ്ടെങ്കിൽ പറയത്തുള്ളൂ. പക്ഷേ നീ സുവിശേഷ വേലക്കാരിയായ കൃപയെ പാത്രമായിരിക്കുകയും ക്രിസ്തുവിനെ കൈമാറുകയും ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. അതാണ് സുവിശേഷ വേല. കാര്യം നമുക്കിതുപോലെ ആശീർവദിക്കാൻ ഒരു ദിവസം 5 പേരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ആശീർവദിക്കാൻ നമുക്ക് 5 പേരെ കർത്താവിനെ കൈമാറുന്നതിൻ്റെ പേരിൽ ഇപ്പം ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ യൂത്തൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളയുന്നുണ്ട്. അവർ പറഞ്ഞ കർത്താവിനെ ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്. അത് രക്ഷപ്പെട്ടില്ലേ? അവൾ നിത്യ ഉടമ്പടിയിലാണ് ശരിക്കും പറഞ്ഞാൽ. ആരെ കണ്ടാലും എനിക്ക് കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നുമെന്ന്.
അപ്പോൾ തന്നെ ഈ ആൾ എൻഗ്രേസ്ഡ് ആണ് ആൾ ശരിക്കും. നടപടി പുസ്തകം 14:9 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14:9. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴ് വിശ്വാസ കൈമാറ്റത്തിൻ്റെയൊക്കെ വരികയാണ്. 14:26 എടുത്ത്. അന്ത്യോക്യയിൽ വെച്ചാണ് അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. ദൗത്യത്തിനാണ് കൃപ. മനസ്സിലായില്ലേ? അല്ല IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തുവിക്കാനും ഭാഗവടപടി അടക്കാനും വരാൻ അനുഗ്രഹം മതി. അത് യൂസാന്തരം, അത് കഴിയുമ്പോൾ തീർന്ന്. പക്ഷെ നമുക്ക് തീരാത്ത സംഭവം എന്താണ്? കൃപയാണ്. ഗലാത്യർ 6:19 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഗലാത്യർ 6:18. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൃപ എവിടെ ഉണ്ടാകണത്? ആത്മാവിന്റെ കൂടെയാണ്, ശരീരത്തിന്റെ കൂടെ അല്ല. നമ്മുടെ ബ്ലെസ്സിങ്സ് എവിടെ ഉണ്ടാകണത്? ശരീരത്തിന്റെ കൂടെയാണ്. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം, ഈ ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാണ്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകും, അത് നഷ്ടപ്പെടും. പക്ഷെ ആത്മാവിൻ്റെ കൂടെ ഉള്ളത് നിത്യജീവന് വേണ്ടി കരയേറ്റും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ എന്താണ്? ഉടമ്പടി പുതുക്കി വരുമ്പോഴേ ഇപ്പോഴേ എന്താണ് മരതക നിറം വന്നിട്ടുണ്ട്. എന്താണ്? ഇന്ദ്രനീല നിറം അത് വരുന്നുണ്ട്. ഉടമ്പടി അതായത് സിൽവർ ഗില കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനീലത്തേക്ക് വരുമ്പോൾ എന്താണ് വരണത്? കൃപയിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തികളായിരിക്കണം. അതാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഉടമ്പടി ചില പുതുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ചിലർ പുതുക്കി കഴിയുമ്പോൾ അവരിപ്പോഴും പണ്ടത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് സുവിശേഷത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ല. കാര്യം ഒരു കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർത്താവിനെ കൈമാറുന്നതിന് വേണ്ടി അവർ ജീവിതം ഒഴിഞ്ഞു വെക്കും. മറ്റെല്ലാം കർത്താവ് നോക്കിക്കൊള്ളൂ എന്നവർ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത നമുക്ക് ലഭിക്കണത് എന്താണ്? കൃപയാണ് ലഭിക്കണത്. അപ്പോൾ ഒരു വിഷയം ഇത്തിരി ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ തള്ളി കൊണ്ടുപോയി അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന്. അതാണ് സത്യമെന്ന് അറിഞ്ഞിട്ട് സത്യം നീ സ്വതന്ത്രമാകണം. നടക്കണില്ല 3 തിരി കത്തിച്ചല്ല 10 തിരി കത്തിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ഇടിച്ച് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് എന്നെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ സുവിശേഷ വേലക്കായി നീക്കി വെക്കുന്നു, എനിക്ക് അനുഗ്രഹത്തെക്കാൾ കൂടുതൽ അനുഗ്രഹത്തോടൊപ്പം കൃപയും തരാൻ പോകുന്നു എന്നുള്ളതാണ് ഉടമ്പട്ട സത്യം. ആ സത്യം അറിഞ്ഞ് നീ സ്വതന്ത്രമാകണമെന്ന കർത്താവ് ആഗ്രഹിക്കണത്. കൈയടിച്ച് കർത്താവ് സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടിയിൽ എപ്പോഴും ദൗത്യമുണ്ട്. എന്താ കാര്യം? ദൗത്യം യേശുവിനെ കൈമാറുന്നതാണ്. ഇതിന് നിങ്ങളെ ആദ്യമേ തന്നെ നിയോഗം ഏറ്റവും വലിയ യേശു കൈമാറ്റമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പം വലിയ സംഭവം നടന്നു പോയേനെ. ആദ്യമേ തന്നെ പറയണമായിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ, കർത്താവേ ഒന്നാമത്തെ നിയോഗം എൻ്റെ വിശ്വാസ കൈമാറ്റമാണെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ, എന്നെ കർത്താവെ സുവിശേഷത്തിൻ്റെ ആളാക്കി മാറ്റണേ എന്ന് പറഞ്ഞെങ്കിലേ നേരത്തെ കൃപയായി പോയേനും. കാരണം കൃപ അതിനേ ഉള്ളൂ. ദൗത്യത്തിന് ആവശ്യമായ കൃപ. അതാണ് 14:26 നടപടി പുസ്തകം എന്ന് പറയുന്നത്. കാര്യം എന്താ അറിയോ? വിശ്വാസം ഒന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്തിൽ നിന്നുണ്ടാകും? കേൾവിയിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. 10:17 എടുത്ത റോമ ശ്രുതികട ഹല്ലേലൂയ. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? കേൾവിയിൽ നിന്നേ പറ്റത്തുള്ളൂ. കേൾവി ആരെക്കുറിച്ച് പറയണം? ക്രിസ്തുവിനെ കുറിച്ച് പറയണം. അല്ലാതെ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവിയാണ് കാര്യം ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. എന്താ ഒന്നുകൂടി വായിച്ചേ?
വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവിയിൽ നിന്നും ആ. കേൾവി കേൾവി. ക്രിസ്തുവിനെ പറ്റിയുള്ള ഒന്ന് പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെതാണ് നമ്മൾ കൃപാസനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ചെയ്യും. പിന്നെ എന്താണ്? സാക്ഷ്യം നിങ്ങളുടെ പ്രസംഗമാണ്. ലേമേൻ്റെ സെർമണാണ് സാക്ഷ്യം എന്ന് പറയണത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ വിശ്വാസിയുടെ വിശ്വാസ പ്രഘോഷണമാണ് സാക്ഷ്യം. നിങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ആൾക്കാർ വിശ്വാസത്തിലേക്ക് വരണത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, സാക്ഷ്യത്തിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരായി മാറും. പ്രയോജനമില്ല പിന്നെ ദൈവത്തിന് എന്താ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സുനിലിനൊക്കെ വീണ്ടും അസുഖം വരണം, തിരിച്ചു വരുന്നത്. എന്താ കാര്യം? അയാൾ സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എത്രയോ പേരെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നേനാം. ഇനിയും കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അയാളുടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ 1 കൊല്ലം നഷ്ടപ്പെട്ടു, 3 കൊല്ലം നഷ്ടപ്പെട്ട അയാൾക്ക്. നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്ന അനുസരിച്ച് ക്രിസ്തുവിനെ കൈമാറാനുള്ള കാലങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾ തിരിച്ചു പിടിക്കാൻ പാടാണ്. അത് ഇറ്റ് ഈസ് ഗോൺ ഫോർ എവറാണ്, തീർന്നു. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ കർത്താവ് നൽകിയ സാക്ഷ്യം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നോക്കണം. വിശ്വാസത്തിന് വേണ്ടി അതിനാണ് കൃപയുള്ളതെന്നാണ് പറഞ്ഞത്. എന്താണ്? ദൗത്യത്തിനാണ് കൃപയുള്ളത്, ദൈവത്തിൻ്റെ ശക്തിയുള്ളത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ യേശുവേ. സാക്ഷ്യം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ ഒരു പ്രസംഗമാണ്. ഇവിടെ എല്ലാം നടത്തിയിരിക്കുന്നത് എന്താണ്? കൃപാസനത്തിൽ 25 സാക്ഷ്യ ദിവസം പറയും. എന്താണ്? അനുഭവ പ്രസംഗമാണത്. അനുഭവത്തിൻ്റെ പ്രസംഗമാണ് വിശ്വാസം, സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാസംഗികനില്ലാതെ ആരും വിശ്വസിക്കും. എടുത്തേ വചനം എടുത്തേ, റോമ 10:14. ശ്രുതികട ഹല്ലേലൂയ. റോമ 10:14. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കുമെന്ന് ചോദിക്കുന്നത് തന്നെയാണ് റോമ 10:14 തന്നെയാണ് വിശ്വാസം കേൾവിയിൽ നിന്ന് പറയുന്ന 10:17 വരണത്. അതായത് നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ സുവിശേഷ വാഹകരായി മാറുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ സുവിശേഷ പ്രസംഗകനായി പ്രാസംഗികയായി അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. സമാപന രോഗസൗഖ്യ പ്രാർത്ഥന. എൻ്റെ മക്കളുടെ രോഗമുള്ളിടത്ത് കൈകൾ വെക്കണമേ. ഉദരരോഗമുള്ളവർ ഉദരരോഗത്തിൽ കൈവെക്കണം. ഗർഭിണികൾ കൈകൾ വെക്കണം. ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിലുള്ള ഗർഭിണികൾ അവരുടെ ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിന്നെ തുടർന്ന് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിൻ്റെയൊക്കെ ആവശ്യിക്കുന്ന സമയമാണ്. മാറാത്ത മെനിഞ്ചേഴ്സ് തലവേദനയുള്ളവർ ശിരസ് കൈവെക്കേണ്ടതാണ്. മുഴകളുള്ള സ്ഥലങ്ങളിലേക്ക് കൈവെക്കേണ്ടതാണ്. കർത്താവിന് തിരുമുറുവാർന്ന് വലതുകരമായി അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയാണ് വേദന, അടിപ്പിണ പോലെ വൈദാഘാതം ദൈവികമായ ശക്തി അതിലേക്ക് ആവശ്യിച്ചുകൊണ്ട് കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 10,000 ഇതിനകം സുഖപ്പെടുത്തി അമ്മയുടെ മാധ്യസ്ഥം ഇപ്പോൾ നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷമാണ്. ശ്രുതികട ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശിരസ് രോഗം ഹൃദയ രോഗമുള്ളവർ ഇടനെഞ്ച് കൈവെക്കുക. കരളുള്ളവർ പതിക്ക് താഴെ കൈവെക്കുക. കർത്താവ് നിന്റെ വിശുദ്ധ മക്കളെ സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ പരിശുദ്ധ അമ്മയെ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുമുറുപാർന്ന് വലതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ മകന്റെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിപ്പിണർ പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ. വൈദാഘാതം പോലെ കർത്താവിന് സത്യം ഒഴുകട്ടെ.
കർത്താവ് ആഘാതം പോലെ ദൈവത്തെ ശ്രദ്ധ വെക്കട്ടെ. അടുപ്പിനെ പോലെ കർത്താവിന് ശ്രദ്ധ വെക്കട്ടെ. ഉച്ചയിലെ സന്ധി ബന്ധങ്ങളിലെ കർത്താവിനെ നിറയട്ടെ. കർത്താവിന് മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധരെത്താം. കർത്താവിന് മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധരെത്താം. കർത്താവിന് മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകന്റെ ശിരസിന് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവിന്റെ രക്തം ഒഴുകട്ടെ. കർത്താവേ, നീരവേദനക്കാരെ, മാരക രോഗമുള്ളവരെ, തീരാവേദികള്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ അവസാദ രോഗികൾ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. അവസാദമുള്ളവരെ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായി മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ് വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൈകൾക്ക് രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കൈകൾ രണ്ടും നെഞ്ചൽ കൂട്ടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവരെ സ്പർശിക്കണേ. കർത്താവ്, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയവരെ സ്പർശിക്കണമേ. കർത്താവ്, പൈസ അടക്കാൻ ഇല്ലാത്തത് കൊണ്ട് പഠനം നിർത്തേണ്ടി വരേണ്ട ആൾക്കാരെ സ്പർശിക്കണമേ. കർത്താവ്, അവിടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, സ്ഥലസംബന്ധമായ കേസുള്ളവരെ, പാകോടമ്പടി നടക്കാത്തവരെ, കോടതി കേസിന്റെ വിധി പറയാനിരിക്കുന്നവരെ, എല്ലാ വിധികളെയും സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവ്, കുടുംബങ്ങളിൽ കലഹമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കൾ ദുർനടപ്പിനും അതുപോലെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പല പല ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവ് മക്കളില്ലാതിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഗർഭത്തിൽ വെച്ച് തന്നെ എല്ലാ കുഞ്ഞുങ്ങളും അലസിപ്പോയത് കർത്താവ്, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ലേ എന്ന് ഓർത്ത് വയറേപ്പത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ്, അടിപ്പണ പോലെ ദൈവികമായ ശക്തി അവർക്ക് ആവശ്യിക്കുകയും അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചില ആൾക്കാരുടെ ചവിട്ടിപ്പിടുത്തം കാരണം, ചില ആൾക്കാരുടെ മർക്കടമുട്ടി കാരണം ഒരു ഫയലും നീങ്ങാത്ത അവസ്ഥയുണ്ട്. ചില നല്ല കാര്യങ്ങളും നന്മയുള്ളതും നമുക്ക് നടക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ചില മനഃപൂർവ്വം നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന, വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മക്കള്, കോടതി കേസ് കിടക്കുന്നവർ, കുടുംബ കോടതി കേസുള്ളവര്, അദാലത്തിനും ഒത്തുതീർപ്പിനും വിളിച്ചിരിക്കുന്നവർ കർത്താവെ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ ഈശോയെ. അവരെല്ലാം ചെല്ലുന്ന സ്ഥലങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കണ കർത്താവെ. എന്താണ് നന്മ, എന്താണ് ഗുണമെന്ന് നിനക്കറിയാം. നിന്റെ തിരുമനസം പോലെ കർത്താവ് അതെല്ലാം ക്രമീകരിക്കപ്പെടാൻ കർത്താവ് സാത്താന്റെ ശക്തികൾ യേശു ക്രിസ്തു നാം നിഖനിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവെ, കടകമ്പോളങ്ങൾ നടക്കുന്നവരെ, ജീവിത മാർഗത്തിന് വേണ്ടി കർത്താവെ ഓരോ തൊഴിലിടങ്ങൾ ഇട്ടിരിക്കുന്നവരുണ്ട് ഈശോയെ. പലവരെ സർവീസ് സെന്ററിൽ ഇട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ. പല സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. ഓരോ സ്ഥാപനങ്ങളിലും കർത്താവെ ഒരാൾ വേലയെടുത്തിട്ട് ജീവിക്കേണ്ട കുടുംബങ്ങൾ അനവധിയാണ് കർത്താവെ. അവർക്കെല്ലാം കടങ്ങളും ആവശ്യത്തിലേറെ ഉണ്ട് കർത്താവെ. അവരെല്ലാം സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ.
വിൽക്കാൻ പോകുന്നുണ്ട് ഈശോയെ. വിൽക്കേണ്ട കാര്യമില്ലാതെ നടക്കുമെന്ന് അങ്ങേക്ക് അറിയാമെങ്കിൽ കർത്താവ്, അതാണ് ശരിയെങ്കിൽ കർത്താവ് വിൽപ്പിക്കാതിരിക്കാൻ ഇടയാക്കണമേ കർത്താവ്. കർത്താവ് അവർക്ക് വേറെ വെക്കാൻ ആഗ്രഹത്തിൽ വെക്കാൻ പറ്റാത്ത സ്ഥലം വാങ്ങാൻ പറ്റാത്തത് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് പലതരത്തിലുള്ള വിഷമതകൾ കുടുംബത്തിൽ അനുഭവിക്കുന്നവരെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് മക്കളും മാതാപിതാക്കന്മാരും ഒക്കെ പ്രയാസപ്പെടുകയും ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുകയും കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുകയും നരകതുല്യമായ ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് നീ കയറി ചെല്ലണമേ. നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാലും ഭവന സമാധാനം ആശംസിക്കുക. അളിച്ച കർത്താവിന് സമാധാനം ആ കുടുംബങ്ങളിലേക്ക് ഭരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ പറയാതെ എൻ്റെ കാര്യം പറയും, ഇപ്പം പറയുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയണില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ഉണ്ട്. അവരുടെ കാര്യമാണ് ഇപ്പം കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്നത്. അവർക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. മുട്ടയെന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷ കൈമാറ്റത്തിനുള്ള അധിക കൃപ, മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ നിന്നെ ഏറ്റുപറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം അതീവ സ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ Ave Maria.